നിലാസ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുതലോടെയും അവർ മുന്നോട്ട് പോവുകയാണ് സച്ചിയും രേവതിയും. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞങ്ങളെ തകർക്കാനാവില്ല എന്നും ഞങ്ങളെ പിരിക്കാനാവില്ല എന്നും അവർക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു. രേവതിയെ ആ വീട്ടിൽ വളരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ചന്ദ്രമതിക്ക് പോലും അവരെ ഒരിക്കലും പിരിക്കാനാകില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. എല്ലാ ദിവസവും എല്ലാവർക്കും വെച്ച് വിളമ്പിയും ആ വീട്ടിലെ എല്ലാ പണികളും എടുത്ത് ചന്ദ്രമതിക്കും പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് രേവതി ആ വീട്ടിൽ തന്നെ ഇരുന്ന് മുഷിഞ്ഞത് കാണുമ്പോൾ സച്ചിക്ക് വളരെ വിഷമം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളുമായി ഒന്ന് പുറത്തേക്കൊന്ന് 2-3 ദിവസം മാറി നിൽക്കണമെന്ന് മനസ്സിലാഗ്രഹിച്ച്, എന്നാൽ രേവതിയോട് പറഞ്ഞു കഴിഞ്ഞാലോ അവൾ സമ്മതിക്കില്ലെന്നറിയാം. എന്നാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ എന്ന് വിചാരിച്ച് രേവതിയെയും എന്തെങ്കിലും കാരണം പറഞ്ഞ് കൂടെ കൂട്ടി മറ്റെവിടേക്കെങ്കിലും യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് സച്ചി. അതെങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ. ഓരോ ദിവസവും ഈ വീട്ടിൽ തന്നെ നിന്ന് മുഷിയുകയല്ല അവൾ. എന്തായാലും അവളെയും കൊണ്ട് പുറത്തേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് രേവതിയെയും കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി രേവതിയെയും കാത്ത് റൂമിൽ സച്ചി വെയിറ്റ് ചെയ്യുകയായിരുന്നു. രേവതിയാവട്ടെ വീട്ടിലെല്ലാവർക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും റൂമിലേക്ക് പോയി. എന്നാൽ ആ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് വീട്ടിലെ അടുക്കളയിലും എല്ലാ ജോലികളും ഒതുക്കി വെച്ചിട്ട് വേണം രേവതിക്ക് റൂമിലേക്ക് കിടക്കാൻ പോകാൻ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ലൈറ്റും ഓഫ് ചെയ്ത് രേവതി സച്ചിയുടെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. റൂമിലോട്ട് ചെന്ന് രേവതി സച്ചിയേട്ടനെ കാണുന്നതും സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇന്ന് എന്താണെന്നറിയില്ല, വല്ലാത്ത ക്ഷീണം. രാവിലെ മുതൽ തുടങ്ങിയതാ. ഇടയ്ക്കിടയ്ക്കിട്ട് തല കറങ്ങുന്നത് പോലെയും ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അയ്യോ അതെന്തു പറ്റി? വല്ല പനിയെങ്ങാനും വന്നാ? ആശുപത്രിയിലോട്ടെങ്ങാനും പോകണോ നിനക്ക്? ഇല്ല സച്ചിയേട്ടാ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാനപ്പോൾ തല കറങ്ങുന്ന സമയത്ത് കസേരയിൽ കുറച്ച് നേരം ഇരുന്ന് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണ്ടേ. അപ്പോൾ ഞാൻ എണീറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യം മാറിപ്പോകുന്നുണ്ട്. എന്നാലും ശരീരമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ തളർന്നു പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് കേട്ട സച്ചിക്ക് താൻ ചെയ്ത പ്ലാനെല്ലാം വെറുതെ ആയി പോകുമല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു കേട്ടോ. അയ്യോ ഞാനപ്പോൾ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ ആയല്ലോ രേവതി. പ്ലാനിങ്ങോ? എന്ത് പ്ലാനിങ്? വേറൊന്നുമല്ല, നീ എല്ലാ ദിവസവും വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഈ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ. ആകെ പുറത്തേക്ക് പോകുന്നതാണെങ്കിലോ പൂ വിൽക്കാൻ. അല്ലാതെ നീ വീട്ടിൽ നിന്ന് വല്ല അകലേക്ക വല്ലയിടത്തും പോകുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് പോകുന്നുണ്ടോ? എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലയെന്ന് സച്ചിയേട്ടൻ അറിയാവുന്നതല്ലേ. എനിക്കെപ്പോഴും സച്ചിയേട്ടൻ്റെ കൂടെ ഇരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഈ വീട്ടിലായാലും അത്ര തന്നെ സന്തോഷം. അല്ലാതെ പുറത്തോട്ട് പോകണമെന്നോ അങ്ങനത്തെ വലിയ ഇഷ്ടങ്ങളൊന്നും എനിക്കില്ല സച്ചിയേട്ടാ. നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുമെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. നമുക്കും വേണ്ട ഒരു റിലീഫൊക്കെ ഈ ഒരു ഓട്ടപ്പാച്ചിലിൽ നിന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിനക്കിപ്പോൾ ഇങ്ങനത്തെ വയ്യായിക വന്നുകൊണ്ട് നമ്മളെങ്ങനെ പോകും? അത് പറഞ്ഞുകൊണ്ടിരിക്കലേ ആയിരുന്നു രേവതിക്ക് വീണ്ടും ഛർദി വരുന്നത്. ഛർദിക്കാൻ പോയി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നപ്പോൾ രേവതി സച്ചിയോട് ആ സംശയം തുറന്നു പറയുകയാണ്. സച്ചിയേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ? ഒരുപാട് ആഗ്രഹിക്കൊന്നും വേണ്ട, എൻ്റെ ചെറിയൊരു സംശയം മാത്രമാണെങ്കിലോ. നീ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. അത് സച്ചിയേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. സംശയമോ? എന്ത് സംശയം? അത് ഞാനൊരു അമ്മയാവാൻ പോകുന്നോ എന്നൊരു സംശയം. ഇത് കേട്ട സച്ചിക്ക് സന്തോഷം പിടിച്ചു നിൽക്കാനാവുന്നുണ്ടായിരുന്നില്ല. സത്യമാണോ രേവതി? സത്യമാണോ നീ പറയുന്നത്? ഇത് കേട്ട സന്തോഷത്തിൽ സച്ചി രേവതിയെയും കയ്യിലേന്തി വട്ടം കറക്കുന്നൊക്കെയുണ്ട്. പക്ഷേ രേവതി പറയുന്നുണ്ട്, സച്ചേട്ട താഴെ നിർത്ത്. ആദ്യം ഞാൻ പറയുന്നതൊന്ന് ശരിയായിട്ട് കേൾക്ക്. ഇത് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം
ഇങ്ങനെ ക്ഷീണവും ഛർദിയൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു സംശയം മാത്രമാണ്. പിന്നെ പീരീഡ്സ് ഡേറ്റ് ആണെങ്കിലും തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതെങ്ങനെ അറിയും? ഫസ്റ്റ് നമുക്ക് അമ്മയോടൊക്കെ പറയണ്ടേ, അച്ഛനോട് പറയണ്ടേ എന്നൊക്കെയുള്ള വളരെ ഒരു ആഹ്ലാദം നിറഞ്ഞ നിമിഷത്തിലായിരുന്നു സച്ചിയേട്ട ഇതെല്ലാവരോടും പറയാൻ വരട്ടെ. ഇത് നമ്മളോട് മാത്രം സംശയമല്ലേ, അത് നമുക്ക് എന്തായാലും ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എല്ലാവരോടും പറയാമെന്ന് രേവതി സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും നമുക്കൊരു ഡോക്ടറെ പോയി ഇങ്ങോട്ട് കാണിക്കാം, എന്തായാലും നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിച്ച് അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ ആണ് സച്ചിക്ക് കടന്നുപോയത്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സച്ചിയും രേവതിയും ആരോടും പറയാതെ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറുടെ മുന്നിലിരുന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, ഞങ്ങൾക്കുടെ സംശയം മാത്രമാണോ ഇത്, അല്ലെങ്കിൽ സത്യമാണോ? ഞാനൊരു അച്ഛനാവാൻ പോവുക തന്നെയാണോ? ഡോക്ടർ അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ സച്ചിയോട് പറയുന്നുണ്ട്, ഇനി ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഒരു അച്ഛനും അമ്മയും ആവാൻ പോവുകയാണ്. ഡോക്ടറുടെ വായിൽ നിന്നും ആ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ സച്ചിക്ക് സന്തോഷം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തുള്ളിച്ചാടണോ, ഒച്ച വയ്ക്കണോ എന്തെന്നറിയാത്ത വലിയൊരു സന്തോഷത്തിലായിരുന്നു സച്ചി ആ സമയത്ത്. എണീറ്റ് നിന്ന് രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രേവതിയുടെ നെറ്റിയിൽ ഒരു ചുംബനവും സച്ചി കൊടുക്കുന്നുണ്ട്. രേവതിക്കാവട്ടെ സച്ചി ആ സമയത്ത് ഡോക്ടറുടെ മുന്നിൽ വെച്ച് ചുംബിക്കുമ്പോഴൊക്കെ രേവതിക്ക് ഒരു ചമ്മലോടെ കൂടിയായിരുന്നു സച്ചിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിരുന്നത്. സച്ചിയേട്ടൻ എന്തി കാണിക്കണേ, ഇത് ഹോസ്പിറ്റലല്ലേ, സച്ചിയേട്ടനൊന്ന് ഇവിടെ സമാധാനപ്പെട്ടിരിക്കുകയെന്നും പറഞ്ഞ് രേവതി സച്ചിയുമായി ഡോക്ടറുടെ മുന്നിലിരിക്കുകയായിരുന്നു. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഒരു 2-3 മാസം നല്ല റെസ്റ്റ് തന്നെ വേണം കേട്ടോ, കാരണം കുറച്ച് വീക്കാണ് രേവതി, അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് എന്തായാലും വേണം. കാൽസ്യം ടാബ്ലറ്റൊക്കെ എഴുതുന്നുണ്ട്, അതൊക്കെ കൃത്യമായി കഴിക്കണമെന്നും രേവതിയോടും സച്ചിയോടും ഡോക്ടർ പറയുന്നുണ്ട്. മരുന്നെല്ലാം വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറിയ രേവതിയുടെ മോറെല്ലാം പയ്യെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. കാരണം സച്ചി ചോദിച്ചപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഇത് വീട്ടിൽ അമ്മ അറിയുമ്പോൾ എന്തായിരിക്കും? കാരണം അമ്മയ്ക്ക് ആദ്യമേ തന്നെ തൻ്റെ ചേട്ടനും ശ്രുതിക്കും ആദ്യം കുട്ടി ഉണ്ടാകണമെന്നല്ല ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ അച്ഛനും അമ്മയും ആവുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പ്രതികരണം എന്താവുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നീ നന്നായി റെസ്റ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നീ നന്നായിരുന്നാലേ നമ്മുടെ കുഞ്ഞിനും നല്ലൊരു സന്തോഷവും ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് സച്ചി രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ കാര്യമല്ലേ, അമ്മ പറയുന്നത് പോലെയാണോ ദൈവം നമുക്ക് തരുന്നത്? ദൈവം നമുക്കാണ് ഫസ്റ്റ് ആ വീട്ടിൽ കുഞ്ഞ് തരുന്നതെങ്കിൽ അത് നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങണം. അതിന് ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞു വന്നാലും അമ്മയ്ക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. സച്ചി രേവതിയെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ രേവതിക്ക് ആ ടെൻഷൻ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ പത്രം വായിച്ച് വീടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനോട് ചെന്ന് സച്ചി പറയുന്നുണ്ട്, അച്ഛനൊന്ന് വേഗം അകത്തോട്ട് വന്നേ, എല്ലാവരെയും വിളിക്കുക എന്ന് പറഞ്ഞ് സച്ചി വിളിച്ചു കൂവുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമതി വന്ന് സച്ചിയോട് ചൂടാവുന്നുണ്ട്. നീ എന്തിനാണ് ഈ ഒച്ച വയ്ക്കുന്നത്? നീ ഒന്ന് ഒച്ച വയ്ക്കാതിരിക്കും, നീ എന്തിനാ ഇപ്പം എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്? അതെ, അമ്മയും വന്നിരിക്കും. എവിടെ സുധി, എവിടെ പൗറേട്ടത്തി, എവിടെ? എല്ലാവരെയും വിളിക്കുമെന്നും പറഞ്ഞ് സച്ചി എല്ലാവരെയും വിളിച്ച് ലീവിങ് റൂമിലേക്ക് ഇരുത്തുന്നുണ്ട്. അപ്പോൾ സുധിയും ശ്രുതിയും ഒക്കെ മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് കാര്യമാണെന്നാവും ഇനി അടുത്ത ചർച്ച ഇവിടെ. എന്നാൽ പക്ഷേ ശ്രുതിയുടെ മുഖത്ത് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ഇനിയെങ്ങാനും തൻ്റെ പഴയ വല്ല കഥകൾ സച്ചി അറിഞ്ഞിട്ടാണോ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു ടെൻഷൻ ശ്രുതിയുടെ മുഖത്തുണ്ടായിരുന്നു.
രേവതിക്കാവട്ടെ സച്ചിയുടെ ഈ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ വളരെ ഒരു ചമ്മൽ അനുഭവപ്പെടുകയാണ്. സച്ചിയേട്ടൻ എന്തി കാണിക്കുന്നതൊന്നും മിണ്ടാതിരിക്കാനെന്നൊക്കെ പറയുമ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ഇതെന്താ നീ ഇങ്ങനെയൊക്കെ പറയണത്, എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണ്ടേ, ഈ ഓരോരുത്തരോട് പറയുന്നതിനേക്കാളും ഭേദം എല്ലാവരെയും വിളിച്ചിരുത്തി പറയുന്നതല്ലേ, നമ്മൾ അങ്ങനെയാണല്ലോ ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. നീ ഇപ്പം എന്തിനാ എന്നെ വിളിച്ചത്, എനിക്ക് ഓഫീസിലോട്ട് പോവാൻ ടൈമായി, നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയുന്നെന്നും പറഞ്ഞ് ശ്രുതി സച്ചിയോട് ചൂടാകുന്നുണ്ട്. ഓ, നീ ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് എന്ത് മലമറിക്കാനാണ്, ഒരു 10 മിനിറ്റ് വൈകിയെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവിടെ ചെന്ന് കിടന്നുറങ്ങാനല്ലേ ഈ പോകുന്നത്. അത് പറയുമ്പോൾ ശ്രുതിക്കൊരു ചമ്മലാവുന്നുണ്ട്. ശ്രുതി അപ്പോൾ വേഗം തന്നെ മിണ്ടാതെയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താടാ സച്ചി, നീ കാര്യം പറ, എല്ലാവരും വന്നല്ലോ, ഇപ്പം നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. അപ്പോൾ സച്ചി എല്ലാവരും ചെറു പുഞ്ചിരിയോടെ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞാളും കൂടിയും വരാൻ പോവുകയാണ്, അച്ഛൻ ഒരു മുത്തശ്ശനാവാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ ആദ്യം വന്നത് ശ്രുതിയുടെയും ശ്രുതിയുടെയും മുഖമായിരുന്നു. ഇനിയെങ്ങാനും അവർക്കെങ്ങാനുമാണോ കുഞ്ഞുണ്ടാകാൻ പോകുന്നതെന്നാലോചിച്ച്, ആണോ, ആരേ വീട്ടിൽ ഗർഭിണി എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വേറെ ആരുമല്ല, അമ്മയുടെ 2ാമത്തെ മരുമോള് തന്നെ, രേവതി. ഈ വിവരം കേട്ട ചന്ദ്രയ്ക്ക് മനസ്സിലെ ദേഷ്യം പിടിച്ചു നിൽക്കാനായില്ല. അത് മുഖത്തേക്കും വന്ന് എഴുന്നേറ്റ് നിന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ പറയുന്നത്, നിന്നോട് ആര് പറഞ്ഞ അവൾ ഗർഭിണിയാണെന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയതുപോലെ പറഞ്ഞാൽ മതിയോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞങ്ങളുടെ തോന്നലൊന്നുമല്ല, ശരിയാ, ഇന്നലെ ഞങ്ങൾക്കൊരു ചെറിയ സംശയമുണ്ടായി, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോയതും ഡോക്ടർ പറഞ്ഞ റിസൾട്ടാണ് അവൾ ഗർഭിണിയാണെന്നുള്ളത്. ചന്ദ്രയപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, കണ്ടോടാ, നിന്നേക്ക് എന്തിനെ കൊള്ളാം, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ നിൻ്റെ കുട്ടികളാവണം ഈ വീട്ടിൽ ആദ്യം വരേണ്ടതെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖവും മാറുന്നുണ്ട്. രണ്ടുപേരും തലകുനിച്ചാണ് നിൽക്കുന്നത്. ആ സമയത്ത് തനിക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു, ഒരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നില്ല ചന്ദ്രയുടെ മനസ്സിൽ. അച്ചമ്മ എന്തോ ഒരു സമ്മാനം ആദ്യം ജനിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനമ്മയ്ക്കും കൊടുക്കുമെന്നറിഞ്ഞപ്പോൾ അത് ശ്രുതിക്ക് കിട്ടണമെന്നായിരുന്നല്ലോ ചന്ദ്രയുടെ ആഗ്രഹം. എന്നാൽ അതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്തകളായിരുന്നു ചന്ദ്രയ്ക്കുള്ളിൽ. എന്നാൽ ചന്ദ്രയും ശ്രുതിയും ഒഴികെ എല്ലാവരും രേവതിയെയും സച്ചിയെയും അഭിനന്ദിക്കുകയും വളരെ സന്തോഷപൂർവ്വം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സച്ചി എല്ലാവർക്കും കൊടുക്കാനായി വാങ്ങിച്ച ലഡ്ഡു എല്ലാവർക്കും കൊടുക്കുകയും അതിനു മുന്നായി രേവതിക്ക് വായിൽ വെച്ച് കൊടുക്കുകയും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശ്രുതിയുമാകട്ടെ ഓഫീസിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് വേഗം അവിടെ നിന്ന് എണീറ്റ് റൂമിലേക്ക് പോവാൻ നോക്കുകയായിരുന്നു. ആരൊക്കെ പറഞ്ഞാലും രേവതിക്കും സച്ചിക്കും അതൊരു സന്തോഷ നിമിഷങ്ങൾ തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഇനി ഭാവി കാര്യങ്ങൾ എന്താകുമെന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.